ಕರ್ನಾಟಕ ಮಾಸದ ಔಷಧಿ ಗಂಜಿ ಈ ವಿಶಿಷ್ಟ ಕಾರ್ಯಕ್ರಮವನ್ನು ಇದೀಗ ಪರಮ ಪೂಜ್ಯ ಶ್ರೀ ಶ್ರೀ ಯೋಗಾನಂದ ಸರಸ್ವತಿ ಸ್ವಾಮೀಜಿಯವರು ಆಗಮಿಸಿದಂತಹ ಗಣ್ಯ ವೈದ್ಯರುಗಳ ಸಮ್ಮುಖದಲ್ಲಿ ದೀಪ ಪ್ರಜ್ವಲನದೊಂದಿಗೆ ಈ ಕಾರ್ಯಕ್ರಮ ಇದೀಗ ಆರಂಭ ಆಗ್ತಾ ಇದೆ. ಪರಮ ಪೂಜ್ಯ ಶ್ರೀ ಶ್ರೀ ಯೋಗಾನಂದ ಸರಸ್ವತಿ ಸ್ವಾಮೀಜಿಯವರು ದೀಪ ಪ್ರಜ್ವಲನವನ್ನು ನಡೆಸಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ. ಡಾಕ್ಟರ್ ಅನೂಪ್ ಅವರು ಶಾರದಾ ಆಯುರ್ವೇದಿಕ್ ಮೆಡಿಕಲ್ ಕಾಲೇಜು, ಡಾಕ್ಟರ್ ಇಲ್ಶಾ ಅವರು ಕೂಡ ವೇದಿಕೆಗೆ ಬರಬೇಕು ಅಂತೇಳಿ ವಿನಂತಿ ಮಾಡಿಕೊಡ್ತಾ ಇದ್ದೇನೆ. ಇದೀಗ ಪರಮ ಪೂಜ್ಯ ಶ್ರೀ ಶ್ರೀ ಯೋಗಾನಂದ ಸರಸ್ವತಿ ಸ್ವಾಮೀಜಿಯವರು ದೀಪ ಪ್ರಜ್ವಲನಗೈದು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭಾರಂಭ ಮಾಡಿದ್ದಾರೆ. ದಯವಿಟ್ಟು ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಕೂಡ ಸಭಾಂಗಣದಲ್ಲಿ ಆಸೀನರಾಗಬೇಕು. ಅದೇ ರೀತಿ ಆಗಮಿಸಿದಂತಹ ಎಲ್ಲ ಪತ್ರಿಕಾ ಮಿತ್ರರಿಗೆ ಕೂಡ ಈ ഹരിയോ ശ്രീ നിത്യാനന്ദ യോഗാശ്രമം കൊണ്ടാവാർ മഠത്തിൽ ഇന്ന് നടക്കുന്ന മെഡിസിൻ ഔഷധ ഉത്സവം, അതായത് ആയുർവേദ ഔഷധ ഉത്സവം, അതോടൊപ്പം തന്നെ ആയുശ്രീ അവാർഡ് വിതരണവും. നമുക്കറിയാം, ആയുർവേദ രംഗത്ത് മഹനീയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഷെരീഫ് പാറയിലാണ് ഇത്തവണത്തെ. എന്തുകൊണ്ടും കേരളത്തിൽ അർഹതയ്ക്ക് തന്നെ അപ്പുറത്ത് അംഗീകാരമുള്ള ആളാണ്. അതോടൊപ്പം ഇന്ന് നടക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമായി നമ്മളിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പച്ചമരുന്നുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ചിട്ട് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പവിത്രൻ വൈദ്യരാണ്. പവിത്രൻ വൈദ്യരുടെ അച്ഛനും ഒരു വലിയ കളരി ആശാനാണ്. കേളകത്താണ്. കേളകത്ത് സ്വന്തമായി ഒരു കളരി വൈദ്യ ആശ്രമം നടത്തുന്നുണ്ട്. നിത്യാനന്ദ ആയുർവേദ ആശ്രമമായും നിത്യാനന്ദ കോട്ടയുമായും കാഞ്ഞങ്ങാടുമായും നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആയുർവേദത്തിനും ജൈവവൈദ്യത്തിനായിട്ട് ഒഴിഞ്ഞു വെച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുക്കാൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ അനൂപ് ഡോക്ടർ, അദ്ദേഹം കർണാടകത്തിലാണ്. അദ്ദേഹം കർണാടകപരമായ ക്ലാസ് ഇവിടെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രീമതിയുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ സുനീഷ് ഏട്ടൻ നമ്മുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സുനീഷ് വൈദ്യരാണ്. അദ്ദേഹം കണ്ണാടിപ്പറമ്പ് സ്വദേശിയാണ്. കണ്ണാടിപ്പറമ്പിൽ വൈദ്യശാലയൊക്കെ നടത്തി ഈ രംഗത്ത് സജീവമായി ഇടപെടുന്ന ആളാണ്. കർക്കിടക മരുന്നുകളൊക്കെ വിൽപ്പന ചെയ്യുന്ന ആളാണ്. അതുകൂടാതെ നമ്മുടെ മുന്നിലിരിക്കുന്ന വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് എസ് ശിവപ്രസാദ് ഷെണായി, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. കൂടാതെ സൺസൺ ഹെർബൽ പ്രൊഡക്റ്റ് എന്ന പേരിൽ സ്വന്തം പിതാവിൻ്റെ നാമധേയത്തിലും കേരളത്തിനകത്തും പുറത്തും പ്രസിദ്ധനായ ശിവപ്രസാദ് ഷേണായി അവരുകളാണ് എൻ്റെ ശിവേട്ടൻ. ഇതാണ് ഏറ്റവും നല്ലത്, ശിവേട്ടനെ വിളിക്കുക. പയ്യന്നൂരിൽ ടൗണിൽ തന്നെ ശ്രീ സത്സായി ബാബ സ്റ്റോഴ്സ് എന്ന് പറയുന്ന, പലർക്കും അറിയില്ലായിരിക്കാം, അദ്ദേഹത്തെ ഒരു വിശിഷ്ടാതിയായി സ്വാമിയെ കാണാൻ വന്നുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കാരണം ആയുർവേദം എങ്ങനെയെന്ന് പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന, കാരണം നമുക്കറിയാം പാരമ്പര്യ വൈദ്യന്മാരെല്ലാം വളരെ താഴെത്തട്ടിൻ്റെ ആളാണ്. കച്ചവടത്തിന്, ആ കച്ചവടത്തിന് തന്നെ മാതൃകയായി. കാരണം എന്താ പറഞ്ഞാലും എന്താ പറയേണ്ടതെന്നൊക്കെ അറിയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുമാത്രമല്ല, പയ്യന്നൂർ പരിസരത്തും എല്ലാ രംഗത്തും
ശോഭിച്ച് നിൽക്കുന്ന ആളാണ്. പിന്നെ വിശ്വപ്രസിദ്ധമായ അവിടെ ഒരു ഹനുമാൻ പ്രതിമയുണ്ട്. അതിൻ്റെയും കാരണം അതിൻ്റെ എന്താ പറയണ്ട അതിൻ്റെ എല്ലാമാണ് അദ്ദേഹം. കൂടാതെ എൻ്റെ മുന്നിലേക്ക് എൻ്റെ ഗുരുനാഥൻ വിജയൻ മാഷ്, നമ്മുടെ കേരള നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതിയുടെ ട്രഷറർ അഡ്വക്കേറ്റ് മോഹനൻ തുടങ്ങി ഓരോരാളെയും പൗരൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരും പത്രത്തിൽ വായിക്കുന്നില്ല, അഡ്വക്കേറ്റ് പൗരൻ പല കേസുകളിൽ നമുക്കറിയാം കേരളത്തിനകത്തും പുറത്തും അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ പ്രബല വേദിയാണ്. സീറ്റിലെ ആൾ കുറവാണെങ്കിലും ഇനിയിപ്പം വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതയുമായി ശ്രീ നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ആശ്രമത്തിൽ തന്നെ നമ്മളൊരു ബൃഹത് ഗായത്രി യജ്ഞം നടത്തിയിരുന്നു. 2015 ഈ ആശ്രമത്തിൽ ഒരു അപസ്മാരത്തിനും ബുദ്ധിശക്തിക്കും എല്ലാം വേണ്ടിയുള്ളൊരു ഘൃതം നെയ്യ് തയ്യാറാക്കിയിരുന്നു. യജ്ഞം മുഖേന തയ്യാറാക്കിയ ഒരു ഘൃതമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് ശ്രീ നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും കേരളത്തിൽ മുഴുവനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കുറേ വർഷങ്ങളായി ഈ കർക്കിടക മാസം നമ്മൾ കർക്കിടക കഞ്ഞിയും അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കേരളത്തിൻ്റെ ഉടനീളം ഈ ക്ലാസ്സുകളും കഞ്ഞി വെച്ച് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇത് ഒരു ബൃഹത്തായ ഒരു പദ്ധതിയായി ഇന്ന് നമ്മളിവിടെ കൊണ്ടാടുകയാണ്. കർക്കിടക മാസത്തിൽ ആരോഗ്യം നിലനിർത്തണം എന്നുള്ള, ജനങ്ങൾക്ക് ആരോഗ്യം വേണം എന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ ആയുർവേദ സംരക്ഷണ സമിതി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ കർക്കിടകത്തിൻ്റെ പച്ചിലകളും അതുപോലെ തന്നെ കർക്കിടക മാസം കഴിക്കേണ്ട കഞ്ഞിയെ പറ്റിയുള്ള ഒരു വിവരണവും കർക്കിടക ചികിത്സാ ചര്യകളും ഇവിടെ പറയുന്നതാണ്. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കേണ്ട പച്ചിലകളെക്കുറിച്ച് പവിത്ര ഗുരുക്കളെ ക്ലാസ് എടുക്കുവാൻ ക്ഷണിക്കുന്നു. എല്ലാ ഗുരുജനങ്ങളും ഈ ഇവിടെ നമ്മുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന സുരേഷ് വൈദ്യർ, അതേപോലെ തന്നെ കൃഷ്ണപ്രസാദ് വൈദ്യർ, ഡോക്ടർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്തേ. ഇന്ന് നാം കർക്കിടക മാസത്തിലെ ചികിത്സാ രീതികളെ പറ്റിയാണ് നമുക്ക് ഇവിടെ പ്രതിപാദിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ആരോഗ്യരംഗത്തെപ്പറ്റി പറയാതിരിക്കാൻ തരമില്ല. ഏതായാലും എൻ്റെ മുമ്പിലിരിക്കുന്ന വിശിഷ്ട ശ്രോതാക്കളെല്ലാം എന്നേക്കായാലും നല്ല അറിവും കഴിവും ഉള്ള വ്യക്തിത്വങ്ങളാണ്. എന്നിരുന്നാലും എന്നിലറിയാവുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് എന്നെ ഈ ഭാഗത്തേക്ക് ക്ഷണിച്ച നിത്യാനന്ദ സരസ്വതിയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുചിക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദി അർപ്പിക്കുകയാണ്. ഞാൻ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഉന്മാദനായ മനുഷ്യൻ, നാട്ടറിവുകളും പുരാവൃത്തങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നാം ആരോഗ്യമെന്നത് ഒരു ജനത നമുക്ക് വാർത്തെടുക്കാൻ നമുക്ക് കഴിയേണ്ട അത്യാവശ്യ ഘട്ടത്തിലാണ് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത്. ഇന്ന് നാം കാണുന്ന കുറേ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മാതിരി ഊണുപോലെ വിളിച്ചു പോകുന്ന ആസ്പത്രികളിലും നമ്മുടെ അവയവദാനങ്ങൾ വിറ്റ് കാശാക്കുന്ന ഒരു വിഭാഗത്തെ മാത്രമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും പേപ്പർ മാധ്യമങ്ങളിൽ കൂടി കേൾക്കുന്നതും. അതിന് ഒക്കെ പരിഹാരമായി മനുഷ്യൻ എന്ന നിലയിൽ എന്ന് ജീവിതം തുടങ്ങിയോ അന്നു മുതൽ നമ്മുടെ നാട്ടറിവുകളും പാരമ്പര്യമായ കൈയറിവുകളും നമ്മുടെ വീടുകളിന് ചുറ്റും ഉള്ള കൊച്ചു കൊച്ചു ഔഷധങ്ങളെ പറ്റിയും
നിങ്ങളുടെ അമ്മമാരും അമ്മൂമ്മമാരും നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ളതും ഗുരുനാഥന്മാരിൽ നിന്നും ആർജിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളെപ്പറ്റി നമുക്കിവിടെ പങ്കുവെക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ യുവതലമുറ എവിടെ എത്തി നിൽക്കുന്നു എന്നതും കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മളിന്ന് 16 വയസ്സ് 15 വയസ്സ് ആകുന്ന ഒരു കുട്ടിയെ പറ്റി നമ്മൾ ഒന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് 16 വയസ്സുള്ള കുട്ടി 30 വയസ്സിൻ്റെ ഏജിലേക്കാണ് കാണുന്നത്. 30 വയസ്സുള്ള ഒരു യുവാവ് കാണുന്നത് 60 വയസ്സുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആരോഗ്യപരമായി എവിടെയാണ് നിൽക്കുന്നത്? ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമുക്കറിയാം, ഒന്ന് മുട്ടുമടങ്ങി ഒന്ന് അപ്പിടായി ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ആരോഗ്യ ജീവിതം ഇന്ന് മുമ്പോട്ട് കടന്നു പോകുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തമായി ഇന്നും 10, 70, 90, 100 വയസ്സുള്ള അമ്മമാർ ഇന്നും വളരെ ഭംഗിയായി ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ അമ്മമാർ നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾക്ക് ഈ നമ്മുടെ തലമുറയെ അല്ലെങ്കിൽ വരും തലമുറയെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നിങ്ങൾ ഓരോരുത്തരും, ഞാനും അടക്കം, ഇന്ന് നമ്മൾ മുമ്പോട്ട് വെക്കേണ്ട ഒരു പ്രതിജ്ഞ എടുക്കേണ്ട ഒരു ദിവസവും കൂടി ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പല രീതിയിലും നമ്മൾ പ്രകൃതിയെ ഏത് സമയവും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ കണ്ട ഇതിലും കൂടുതൽ മഴകളും കാറ്റും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തിൽ ഇന്ന് മഴകൾ വളരെ കുറവാണ്. അപ്പോൾ 2 ദിവസം മഴ പെയ്യുമ്പോഴത്തേക്കും എല്ലായിടത്തും വെള്ളക്കെട്ടുകളാണ്. ആരാണ് ഉത്തരവാദി? നമ്മളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. അതിന് ആ ഉള്ളതെല്ലാം ചൂഷണം ചെയ്ത് പശ്ചിമഘട്ടങ്ങളെ എല്ലാം യന്ത്രവൽക്കരണം കൊണ്ട് ചൂഷണം ചെയ്ത് നമ്മൾ തന്നെ ആക്കിക്കൂട്ടിയതാണ് ഈ പ്രളയത്തിനെല്ലാം കാരണം, അല്ലാതെ പ്രകൃതിയല്ല. പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും അമ്മയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തി ഇരുകാലികളായ മനുഷ്യൻ മാത്രമാണ്. അത് പറയാതെ തരവില്ല. ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ മരനിരകൾ നമ്മുടെ അമ്മയുടെ സ്ഥലങ്ങളാണ് എന്ന് പോലും നമ്മൾ ഓർക്കേണ്ടതാണ്. ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ കവിമാർ എത്രയോ നല്ല നല്ല ഈണങ്ങളിൽ കൂടി നമ്മളെ ആസ്വദിക്കത്തക്ക രീതിയിൽ പാട്ടുകളിൽ കൂടിയൊക്കെ നമ്മുടെ പ്രകൃതിയെ പ്രകൃതിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മതിമറന്ന് നമ്മുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നുപോയി. നമ്മളെപ്പോലെ തന്നെ ഒരു പാറ്റയാണേലും ഒരു ഉറുമ്പാണേലും എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കാനുള്ള അർഹതയുണ്ടെന്നുള്ളൊരു ബോധം വളർത്തിയെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. പ്രകൃതിയെ നമുക്ക് നമ്മുടെ അമ്മയെ പോലെ സ്നേഹിക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് തുളസി. നമ്മുടെ ദേവവൃക്ഷത്തിൽപ്പെടുന്ന ഒരു ഔഷധമായിട്ടും നമ്മുടെ പൂക്കളായിട്ടും എല്ലാം അമ്പലങ്ങളിലും നമ്മുടെ എല്ലാ പൂജകളിലും എല്ലാം എടുക്കുന്ന ഒരു ചെടിയാണ് തുളസി. ജ്വര ചികിത്സയിൽ വളരെ ഉത്തമമായ ഒന്നാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് വിഷകാരമായ ചികിത്സയിലും വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. സ്ത്രീകളെ സംബന്ധിച്ചും അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചും തലയിൽ പേനുണ്ടാകുന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തുളസി അരച്ച് തലയിൽ തേക്കുകയോ ചെയ്താൽ പേൻ്റെ ശല്യം മാറിക്കിട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ പൊട്ടിച്ച് നമ്മൾ തലവണേൻ്റെ മുകളിൽ കൂടെ ഇടുക. അങ്ങനെയാകുമ്പോൾ പേൻ്റെ ശല്യം കുറയും. അതേപോലെ തന്നെ ഇതും മഞ്ഞളും കൂടെ അരച്ചിട്ടാൽ നമ്മുടെ ചെറിയ കീടവിഷങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ് തുളസി. അതേപോലെ തന്നെ നമുക്ക് നിത്യം വെള്ളം ഉപയോഗിക്കാൻ വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് തുളസിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമ്മൾ തുളസി വെച്ച് നമ്മുടെ മുൻ അമ്മമാരും നമ്മുടെ അമ്മമാരൊക്കെ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് എനർജിയും കൂടെ നമുക്ക് തുളസിക്കുണ്ട്.
അപ്പോൾ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം വളരെ കുറവായതുകൊണ്ട് ഞാനതെല്ലാം ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ നമ്മൾ പത്തില എന്ന് പറയുന്ന ചെടികളിൽ പ്രധാനപ്പെട്ടതാണ് നെയ്യുണ്ണി. നെയ്യുണ്ണിയുടെ കാലം ഇത് മറ്റു ഭാഷകളിൽ ശിവലിംഗത്തോട് ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്. ഇതിനെ ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല രീതിയിലുള്ള കായകൾ കൂട്ടം കൂട്ടമായിരുന്ന് ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ തന്നെ ഇതിന് നല്ല ഒരു ആർട്ടുണ്ട്. ഈ ചെടികളെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുനീശ്വരന്മാർ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ അത് ഏത് രീതിയിലാണ് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഓരോ ഇലയുടെയും ആകൃതിയുടെയും അതിൻ്റെ ഇലയുടെ ഭംഗി ചിത്രഭാവങ്ങൾ ചിത്ര രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് ഓരോ പേരുകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യുണ്ണി നമ്മുടെ കർക്കിടക മാസത്തിലെ ചികിത്സയിൽ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിയിലെ ഒരു പ്രധാന ഔഷധമാണ് നെയ്യുണ്ണി. നെയ്യുണ്ണി ഇത് നമ്മൾ ഇത് തോരൻ വെച്ച് കഴിക്കാനും അതേപോലെ തന്നെ നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് ഒരു ദിവസമോ അല്ലെങ്കിൽ മറ്റ് ദശപുഷ്പങ്ങളിലെല്ലാം തന്നെ ചേർത്തുകൊണ്ട് നമുക്ക് കഷായം വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. താള് നെയ്യുണ്ണി താള് തകര അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അറിയാം? നെയ്യുണ്ണി താള് തകര കുമ്പളത്തിലെ മത്തനും. നെയ്യുണ്ണി താള് തകര കുമ്പളത്തിലെ മത്തനും പയറും മാനത്തൂവയും മുള്ളുള്ള ചീരയും. മറ്റൊന്ന് അതിനോടൊപ്പം തന്നെ ചേർക്കുകയാണ് എന്ത്? ചേനയും ചേമ്പുമാകാമല്ലോ ഹേ എന്ന് പറയുന്നതോടൊപ്പം തന്നെ പത്തിലകൾ മറ്റ് പലതുമുണ്ടല്ലോ എന്നും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശ്ലോകത്തോടു കൂടിയാണ് നമ്മൾ ഈ പത്തിലയെ പറ്റി പറയാനുള്ളത്. അതിന് പ്രധാനപ്പെട്ട മറ്റൊന്നാണ് എന്താണ്? താള്. ഇതിൻ്റെ ഈ രീതി ഇതിൻ്റെ താളെടുക്കാം, അല്ലെങ്കിൽ മറ്റ് ചില ചേമ്പുകളുണ്ട്. ചേമ്പുകൾ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു ചേമ്പ് ഇല ഞാൻ ഇവിടെ കൊണ്ടുവന്നിരുന്നു. മാറാഞ്ചെമ്പ് എന്ന് പറയും. ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ്. ആറ് നാട്ടിൽ ആറ് ഭാഷ എന്ന് പറയുന്ന മാതിരി ഇത് കറി വെക്കാനെടുക്കും. ഇത് കുഴിനകത്തെടുക്കും എന്ന് പറഞ്ഞ മാതിരി ഇതിൻ്റെ തണ്ട് തുരന്ന് അതിനുള്ളിലേക്ക് നമ്മൾ കാലിനുള്ളിൽ വിരലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുഴിനകം അത് വെച്ച് കെട്ടിയാൽ പോകുന്നു. അല്ലെങ്കിൽ ഈ വരചുറ്റ് എന്ന് പറയുന്ന രോഗങ്ങൾക്കൊക്കെ വളരെ ഗുണപ്രദമായ ഒന്നാണ്. അതേപോലെ തന്നെ ചേമ്പിൻ്റെ താളുകൾ നമ്മൾ മിക്ക ദിവസവും കഴിക്കുകയാണെങ്കിൽ ക്യാൻസറിന് പോലും വളരെ ഫലപ്രദമായ ഒന്നാണ്. അത് നമ്മൾ വയലിൽ കൂടെ കാണുന്ന ചേമ്പ്, അതിൻ്റെ കൂമ്പ് പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാർ അത് പറിച്ച് കർക്കിടക മാസം ആകുമ്പോൾ ഇട്ട് നമ്മൾ ചുറ്റിക്കെട്ടും. ഇങ്ങനെ ചേമ്പിൻ്റെ ഇത് ചുറ്റിക്കെട്ടിയിട്ട് അത് പുളി ഒഴിച്ച് കറി വെക്കും. അത് വളരെ ഫലപ്രദമായ ഒന്നാണ്. അതിനകത്ത് വേണ്ട ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ആൾസർ മാതിരിയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാണ്. അതേപോലെ തന്നെ അതിൻ്റെ കിഴങ്ങുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ താള് തകര അറിയാത്തവരാരുണ്ടോ? ഒരു പിടി
തകരയ്ക്ക് ഒരു തുള്ളി ചോരാന്ന് പറയാം. അപ്പൊ തകര അത്രയും ശ്രേഷ്ഠമായ ഒന്നാണ്. കർക്കിടക മാസത്തിൽ 30 ദിവസവും കഴിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ സ്ഥിരമായിട്ട് ഇതിനെ നട്ടുപിടിപ്പിക്കും. അതേപോലെ തന്നെ ഇത് വളരെ ഗുണപ്രദമായ ഒരു ഔഷധം കൂടിയാണ്. അത് നമ്മൾ കുളവി, അതേപോലെ തന്നെ ഈച്ച, ഇങ്ങനെയുള്ള ഇത് കുത്തുന്ന സമയത്ത് ഇത് അരച്ചിട്ടാൽ ആ ഭാഗത്തു നിന്ന് നമുക്ക് അസഹ്യമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നതാണ്. അതേപോലെ തന്നെ കണ്ണിന് മുറിവ് പറ്റിയാൽ, ആ കണ്ണിന് മുറിവ് പറ്റിയാൽ ഇത് നമ്മൾ ഉള്ളിയെടുത്ത് ഒന്ന് വൃത്തിയാക്കി നോക്കി ഒന്ന് കഴുകിയെടുത്ത് നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് നമ്മൾ കണ്ണിനുറ്റിക്കുകയാണെങ്കിൽ അത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. ഞാനത് ചെയ്തിട്ടുമുള്ളതാണ്. അതേപോലെ മറ്റൊരു ദശപുഷ്പത്തിൽപ്പെടുന്ന ഒരു ഔഷധമാണ് വള്ളി ഒഴിഞ്ഞ. ഇതിന് മറ്റൊരു പറയാം, വജ്രവള്ളി. അങ്ങനെ ആ തലനീളി എന്ന് പറയാം. ഓരോ നാട്ടിലെ പറയല്ലോ, ഓരോ ഭാഷ. കന്നഡയിൽ ഇംഗ്ലീഷിൽ ബലൂൺ. അപ്പോ ഇത് വള്ളി ഒഴിഞ്ഞ. വള്ളി ഒഴിഞ്ഞ ഇതിൻ്റെ കുരുവിനൊരു പ്രത്യേകതയുണ്ട്. ഈ കുരു കറുത്ത കുരു വെള്ള പശുവിനുള്ള ഡോട്ടുമാതിരി വെള്ള ലൗചിഹ്നമാണ് ഉണ്ടാവുക. ഈ കുരുവാണ് തൈകൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കായയുടെ ഒരു പ്രത്യേക ആദ്യം ഗ്ലാബറിൻ്റെ ഒരു ആകൃതിയിലാണ്. നമ്മൾ ചീട്ടിൻ്റെ മുകളിലൊക്കെ കാണുന്നുണ്ട് ഗ്ലാബറിൻ്റെ അതേ ആകൃതിയിലായിരിക്കും ഇതുണ്ടാകുക. ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു ഔഷധമാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഞങ്ങൾ തൈലങ്ങളിൽ പ്രധാനമായി ചേർക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മുടി വളരാൻ എന്നുവെച്ചാൽ നമ്മൾ മുടി വളരാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ മർമ്മക്ഷതങ്ങളിൽ വളരെ ഫലപ്രദമായ ഒരു ചെടിയാണ്. ഇതിൻ്റെ ഉള്ളിലെ മജ്ജ എടുത്തിട്ടാണ് ആ പ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിലേക്ക് പോയാൽ എൻ്റെ സമയം, എനിക്ക് അനുവദിച്ചേക്കുന്ന സമയം വളരെ കുറവാണ്. അതേപോലെ നമ്മൾ വീടിൻ്റെ ചുറ്റും കാണുന്ന, സ്ഥിരമായി കാണുന്ന ഒരു ചെടിയാണ് കീഴാർനെല്ലി. അല്ലേ? കീഴാർനെല്ലി അറിയാത്തവരുണ്ടോ? നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണ ശാലയാണെന്നറിയോ? എന്റെ കരളാരാ? എൻ്റെ ഒരു കരൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇത് നമ്മുടെ കരളിനെ ഏറ്റവും വേണ്ട രീതിയിൽ ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു ദിവ്യ ഔഷധമാണ് കീഴാർനെല്ലി. കീഴാർനെല്ലി ജൂൺ 28ന്റെ പ്രത്യേകത എന്താ ഒന്ന് പറയൂ? ആർക്കെങ്കിലും വൈദ്യരെ, ജൂൺ 28ന്റെ പ്രത്യേകത ഷെരീഫ് ഒരു വൈദ്യരെ, ജൂൺ 28 ജൂൺ 28 ലോക മഞ്ഞപ്പിത്ത ദിനമാണ്, ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക. അപ്പൊ ഇതിന് ഏറ്റവും ഫലപ്രദമായ ഔഷധമാണ് എന്താണ്? ഉണരൂ നിലനെല്ലി എന്ന് പറയും. ഇത് നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ രണ്ടില പറിച്ച് ചവച്ച് അരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഒന്ന് സമൂലം അരച്ച് പാലിൽ കഴിച്ചാൽ നമ്മുടെ ഈ ലിവറിലുണ്ടാകുന്ന ലിവറോസിസ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇത് കഴിച്ചാൽ വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ദശപുഷ്പത്തിലെ മറ്റൊരു ചെടിയാണ് കറുക. മറ്റൊരു ദശപുഷ്പത്തില് പൂക്കാത്ത ദശപുഷ്പം എന്ന് പറയുന്ന ഒരു ചെടി, 10 ചെടികളാണ്. അതിൽ പൂവില്ലാത്ത ഒരു ചെടിയാണ് എന്ത്?
കറുക കറയിൽ പുല്ല, കറുക പുല്ലാണ് കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ നാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഒരു ഔഷധമാണ് എന്ത് കറുക. അതാണ് നമ്മൾ ഔഷധക്കഞ്ഞിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ദശപുഷ്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ബ്ലീഡിങ് കൂടുതലുള്ള സ്ത്രീകളും കുട്ടികളെ സംബന്ധിച്ചും ഇത് വളരെ ഫലപ്രദമായ ഒന്നാണ്. നമുക്കിത് വെള്ളത്തിലിട്ട് വെള്ളം വെന്ത് കഴിക്കാം. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. അതിൽ ത്വക്ക് രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണ് ദുർവാതികേരം എന്ന വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന മറ്റൊന്നാണ്. അതേപോലെ തന്നെ കറിവേപ്പ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരമ്മമാർക്കും കറിവേപ്പ് അറിയാതിരിക്കില്ല അല്ലേ? ഉണ്ടോ? കറിവേപ്പ് അറിയാത്ത ഒരമ്മമാരും ഒരു വീട്ടിലുണ്ടാവില്ല. ഈ ഭാഗത്ത് കറിവേപ്പിന് എന്താ പറയുക? ഏകദേശം എല്ലാം ശരി തന്നെയാണ്. അപ്പൊ ഈ കറിവേപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ട് എതള് രാവിലെ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ വയറ് സംബന്ധമായ എല്ലാ അസുഖത്തിനും വളരെ ഗുണപ്രദമായ ഒന്നാണ്. കറിവേപ്പ് ഒരല്പം പച്ചമഞ്ഞളും കൂടെ ചേർത്തരച്ച് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരുവിധപ്പെട്ട ഫംഗസ് രോഗങ്ങൾക്ക് വളരെ ഗുണപ്രദമായ ഒന്നാണ്. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വിഷാംശങ്ങളെ മാറ്റി നിർത്താൻ പറ്റും. അതേപോലെ തന്നെ ഇതെടുത്ത് എണ്ണ കാച്ചി തലയിൽ തേക്കുകയാണെങ്കിൽ വളരെ കറുപ്പ് കൂടുതൽ ചെറുപ്പം മുതലേ ചെയ്യുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അതേ മറ്റൊരു കാര്യം, ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വായിലുണ്ടാകുന്നു വയറ്റിലുണ്ടാകുന്നു ചെറിയ കുരുക്കൾ പുണ്ണുകൾ ഇതെല്ലാം തന്നെ ഒഴിവാകും. ഇത് മോരിലരി അരച്ച് കഴിക്കാം. അത് വളരെ ഗുണപ്രദമായ മറ്റൊന്നാണ്. വേറൊരു കാര്യം കൂടി ഇതിന് ഇടയിൽ സൂചിപ്പിക്കുകയാണ്. വയറ് സംബന്ധമായിട്ട് ഇപ്പോൾ വളരെയധികം ഗ്യാസ് എന്നുവെച്ചാൽ ഭക്ഷണം കഴിച്ച് ശരിയായ ദഹനമില്ലാതെ ഗ്യാസ് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാനൊരു നാരകത്തിൻ്റെ ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഈ നാരകത്തിൻ്റെ തോട് നമ്മൾ നീര് പിഴിഞ്ഞെടുത്ത് തോട് നമ്മൾ ഉണക്കി പൊടിച്ച് വെക്കുകയും അതിൻ്റെ കൂടെ ഈ കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ ഉണക്കി പൊടിച്ച് ഓരോ സ്പൂണ് വീതം ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ ഗ്യാസ് അതേപോലെ തന്നെ വായിലുണ്ടാകുന്ന വാമാറ്റം ഇങ്ങനെയുള്ളതിന് വളരെ ഫലപ്രദമായ ഒന്നാണ്. ഒരു ചെറുനാരങ്ങയാണ്. അപ്പോൾ അങ്ങനെ അത് വളരെ ഗുണപ്രദമായ ഒന്നാണ്. കറിവേപ്പില കറിയിൽ നിന്ന് എടുത്ത് കളയാനുള്ളതല്ല, കറിയിൽ നിന്ന് എടുത്ത് പള്ളയിലേക്ക് ഇടാനുള്ളതാണ്. പള്ളയിലേക്ക് അത് ആദ്യം ഓർക്കണം. അവനവരുടെ പള്ളയിലേക്ക് ഇടാനുള്ളതാണ് കളയൽ. അതേപോലെ തന്നെ ദശപുഷ്പത്തിൽ മറ്റൊന്നാണ് ചെറുള വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. ഇത് കിഡ്നി സ്റ്റോണ് അതേപോലെ തന്നെ സ്റ്റോണുകളിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നു. അതേപോലെ നന്നായിട്ട് മൂത്രം പോവാൻ ഉപയോഗിക്കുന്നു. കാൽസ്യത്തിൻ്റെ ഒരു കലവറ കൂടിയാണ് ഈ ചെടി. കർക്കിടകക്കഞ്ഞിയിലെ ഒരു പ്രധാന ഔഷധമാണ്. നമ്മുടെ വീടുകളിലും തന്നെ നമ്മുടെ ചുറ്റും കാണുന്ന ഒരു പ്രധാന ഔഷധമാണ് മുത്തള്, കൊടകൻ, മറ്റൊരു പേരുണ്ട് ബ്രഹ്മി. ഇതിനും പറയുന്നുണ്ട് മറ്റേ ചെറിയ. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു രീതി, ഇതിന്റെ ആകൃതി നമ്മുടെ തലച്ചോറിന്റെ ആകൃതിയാണ് ഇതിന്റെ ഇലയിൽ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഓരോന്നിനും ഓരോ പേര് കൊടുക്കുന്നത് നമ്മുടെ ആചാര്യന്മാർ എത്ര ശ്രദ്ധിച്ചാണ് ആ ഭാവങ്ങളോടുകൂടി അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ തലച്ചോറിനോട് ആകൃതിയുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ അതിൻ്റെ രീതി തന്നെ നോക്കി നമ്മുടെ നട്ടലിൻ്റെ ഭാഗം മാതിരി തന്നെ അതിൻ്റെ തലയിൽ കൊണ്ട് ഇത് ഇല സൃഷ്ടിച്ചിരിക്കുന്നു. അതേ രീതിയിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിപ്പിൽ വളരെ പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് അരച്ച് തേനും ഒരു അല്പം വഴമ്പ് ചേർത്ത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു 7 ദിവസം കൊടുത്തു കഴിഞ്ഞിട്ട് നിർത്തുക, വീണ്ടും തുടരുക. അങ്ങനെ ഈ മുത്തൽ അതേപോലെ തന്നെ നമുക്ക് വളരെ ഗുണപ്രദമായ മറ്റൊരു കാര്യം
ഇതുകൊണ്ട് സാരസ്വാരിഷ്ടം മാതിരിയുള്ള അരിഷ്ടങ്ങളും അതേപോലെ ഘൃതങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദിവ്യമായ ഔഷധമാണ്. അതേപോലെ തന്നെ പല്ലുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ്. അതേപോലെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ സാൾട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ദിവ്യ ഔഷധമാണ്. എല്ലാവരും തന്നെ ഇത് വീടുകളിൽ വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ മക്കളും നമ്മളും എല്ലാം തന്നെ കഴിക്കുക. അതേപോലെ മുത്തുള് 2 സൈസുണ്ട്. കരിമുത്തുളുണ്ട്. കരിമുത്തുള് ഇതിനേക്കാളും ഔഷധം കൂടുതലുള്ളതാണ്. അത് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, ഇനി വരുമ്പോൾ കാണിച്ചു. ഈ ചെടിയെ പറ്റി അറിയാമോ? നമ്മുടെ നിത്യാനന്ദൻ്റെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ജയദേവട്ടൻ അദ്ദേഹത്തെ എല്ലാ രീതിയിലും നമ്മുടെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിൽ. ഇത് കല്ലൂരിക്കയാണ്. കല്ലൂരിക്ക ഇത് എല്ലാ കല്ലുകളും ഈ വണ്ണമില്ല. എന്നാൽ ഒരുവിധപ്പെട്ട ചെറിയ കല്ലുകളെല്ലാം തന്നെ നമ്മളിത് അരച്ച് കഴിക്കുകയാണെങ്കിൽ ഇത് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? പാലിൽ അരച്ച് രാവിലെ വെറുമേറ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു വിധമുള്ള എല്ലാ ഈ സ്റ്റോണുകൾക്കും വളരെ നല്ലതാണ്. ഇതിന് വളരെ മധുരമുണ്ട്. ഭൂശർക്കര എന്നുകൂടി ഇതിന് പേരുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് കഴിച്ചിട്ടൊക്കെ പോവുകയാണെങ്കിൽ വിശപ്പുണ്ടാവില്ല, നല്ല മധുരം ഉണ്ടാവും. ഉങ്ങ് അറിയില്ലേ? ഇതിനെ പറ്റി അറിയോ? ഉങ്ങ് എന്ന ഔഷധം ഇത് വളരെ ഫലപ്രദമാണ്. നമുക്ക് ഇത് തോരൻ വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ്. ഉള്ളിയും ഒക്കെ ചേർത്ത് വളരെ നല്ല രീതിയിൽ തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ പൈൽസ് മാതിരിയുള്ള രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. അതേപോലെ വിഷകരമാണ്. വിഷസംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ഗുണപ്രദമായ ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന. അതേപോലെ മുറിവുണ്ടയിൽ ഈ ഔഷധം ചേരുന്നതാണ്. ഈ ചെടി അറിയോ? ഇത് കാഞ്ഞിരമാണ്. ഇത് കാഞ്ഞിരമാണ്. കാഞ്ഞിരം വളരെ നമുക്ക് കാഞ്ഞിരം എല്ലാവർക്കും പേടിയല്ലേ? കാഞ്ഞിരം ഉണ്ടെങ്കിൽ വെട്ടിക്കണം. സത്യം പറഞ്ഞാൽ കാഞ്ഞിരം വെട്ടാൻ പാടില്ല. വളരെ മനുഷ്യന് വളരെ ഗുണപ്രദമായ ഒന്നാണ് കാഞ്ഞിരം. കാഞ്ഞിരത്തിൻ്റെ ഇല എടുത്ത് നമ്മൾ എണ്ണ കാച്ചി തലയിൽ തേക്കുകയാണെങ്കിൽ തലയിലുണ്ടാകുന്ന താരൻ, അതേപോലെ തന്നെ കഴുത്ത് വേദന ഇങ്ങനെയുള്ളതിന് വളരെ ഫലപ്രദമാണ്. അതേപോലെ തന്നെ സന്ധി വേദനയ്ക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ് ഈ കാഞ്ഞിരം. കാഞ്ഞിരത്തിൻ്റെ ഇലയും ഇതിൻ്റെ തോലും അതേപോലെ തന്നെ അല്പം വെളുത്തുള്ളിയുമായിട്ട് കിഴി മാതിരിയാക്കി അതേപോലെ അത് നമ്മൾ ഉചിതമായ തൈലങ്ങളിൽ ചേർത്ത് കിഴി ഇടുകയാണെങ്കിൽ വളരെ ഫലപ്രദമാണ്. അത് മുട്ടുവേദന, സന്ധികളിൽ ഉണ്ടാകുന്ന വേദന ഒക്കെ വളരെ ഫലപ്രദമാണ്. അതേപോലെ തന്നെ കാരസ്കരാതി വെള്ളം, അതേപോലെ തന്നെ കാരസ്കരാതി തൈലം, ഇതെല്ലാം ഈ ചെടിയിൽ നിന്നുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ കായും ഇതിൻ്റെ വേരും ഒക്കെ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. അതേപോലെ ഇതിൻ്റെ വടക്കോട്ട് പോയ വേരിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ കാരണം അതിൽ നമ്മൾ വിഷചികിത്സയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വടക്കോട്ട് പോകുന്ന വേരെടുത്തുകൊണ്ടുള്ള ചികിത്സാ രീതികളുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന്, ഇതിൻ്റെ തോല് ചെത്തിയെടുത്ത് നമ്മൾ ധാര ചെയ്യുവാണെങ്കിൽ, എന്ന് വെച്ചാൽ പാല്, കാടി മുതലായവ ചെമ്പ് ധാര ചെയ്യുവാണെങ്കിൽ മുട്ടുകളിലും കാലുകളിലും ഉണ്ടാകുന്ന രക്തവാത സംബന്ധമായിട്ടുള്ള നീർക്കെട്ടിനെ വളരെ സുഖകരമായി കുറയ്ക്കുന്നതാണ്. അതേപോലെ മറ്റൊന്ന്, മറ്റൊരു ചെടിയാണ് ഇടിഞ്ഞല്. 2-3 സൈസ് ഇടിഞ്ഞലുണ്ട്. ഇത് നമുക്ക് കഞ്ഞി വെച്ച് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മർമ്മക്ഷതങ്ങളിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഈ കാട്ടിടിഞ്ഞൽ വേറൊരു രീതി തന്നെയാണ്. അതിന് 3 ഇലയല്ല ഉള്ളത്, അതിന് ഒറ്റ ഇലയാണ്. അതിൻ്റെ പുറകുവശം വളരെ ചാരനിറത്തോടു കൂടി ഉള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ക്ഷതം വരിക,
ഇടിയേക്കുക, മുടിയുക, മുറിയുക എന്ന ഭാഗങ്ങൾക്കെല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ഇടിഞ്ഞ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ചെടിയാണ്. പാറോ എന്ന് പറയും, എന്താ സാറേ പറയും, തേരകം എന്ന് പറയും. ഇത് സാധാരണ രീതിയിൽ നമ്മൾ പശുക്കളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇതും അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടിയുടെ ഇല, ഇതിനോട് സാമ്യമുള്ള ഒരു ചെടിയാണ് തൊണ്ടി, അതിന് എരുമനാക്കെന്നൊക്കെ പറയും, അതും കൊടുക്കാറുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മറുള്ള പോകാൻ വളരെ സുഖകരമാണ്. ഇത് നമുക്ക് ഇന്ദ്രലുപ്തം എന്ന രോഗത്തിന് വളരെ ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കറയെടുത്ത് മൃഗങ്ങളുടെ മേലുള്ള പുഴുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറ ഒഴിച്ചാൽ പെട്ടെന്ന് പുഴു പുറത്തേക്ക് പോകും. പുനർനവ എന്ന് പറയുന്ന തഴുതാമയുടെ ഗുണം ഏത് നീരുള്ള അവസ്ഥയിലും ഇത് വെച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായ ഒന്നാണ്. ഇത് നമുക്ക് തണ്ടുകളും ചെടികളും ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ്. ഇതിൻ്റെ ഇല നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ വളരെ ബെസ്റ്റാണ്. നമ്മുടെ അമ്മമാരൊക്കെ സാധാരണ നമ്മുടെ തൊടികളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരു പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ മടിയിൽ ഒരു കുത്ത് ഇലക്കറിക്ക് ആവശ്യമായ സാധനങ്ങളുണ്ടാകും. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരു സ്ത്രീകളും, പച്ച മലയാളത്തിൽ പറയുന്ന ഒരു സ്ത്രീകളും അതിന് തയ്യാറല്ല. പുറത്തു പോയാൽ എന്തെങ്കിലും റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അവർ വാങ്ങിക്കൊണ്ടുവരും. വീടിന് ചുറ്റുമുള്ള ഒരു സാധനം എടുക്കുകയോ പറിക്കുകയോ കറി വെക്കുകയോ, ഇത്രയും ശ്രേഷ്ഠമായ സാധനം നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അവനവൻ്റെ ശരീരത്തിന് ഗുണപ്രദമാകുന്ന സാധനങ്ങൾ അവനവൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തിലും ഉണ്ടല്ലോ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓരോ മനുഷ്യനും അവനവൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ഔഷധങ്ങൾ അവനവന് തന്നെ തന്നിട്ടുള്ളതാണ്. ഈ ഭൂമുഖത്ത് നമുക്ക് തന്നിട്ടുള്ളതാണ്. അതെടുത്ത് നമ്മൾ വേണ്ട പോലെ ഉപയോഗിക്കാനും കൂടെയുള്ളൊരു മനോധർമ്മം നമുക്ക് വേണം. അപ്പോൾ ഈ തഴുതാമയുടെ ഇല നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. അതേപോലെ ഇതിൻ്റെ തണ്ടും ഇതൊക്കെ എടുത്ത് നമ്മൾ അറിഞ്ഞ് വെള്ളം വെച്ച് കഴിച്ചാൽ ശരീരത്തിൻ്റെ നീർക്കെട്ടുകൾ പോകും. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഹൃദ്രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമാണ്. നമ്മൾ പുനർനവാസവും പുനർനവാദി കഷായം അങ്ങനെയുള്ള പുനർനവാദി ഗുളിക ഇതിനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ഈ തഴുതാമ എന്ന ചെടി. ഇത് താർതാവൽ എന്ന് പറയുന്ന ഒരു ഔഷധമാണ്. താർതാവൽ സാധാരണ നമ്മൾ കപ്പയൊക്കെ നട്ട് കഴിയുമ്പോഴേ വളരെ പെട്ടെന്ന് കപ്പയിലൊക്കെ മുളച്ച് നമ്മോടൊപ്പം വരുന്ന ഒരു ചെടിയാണ് ഈ താർതാവൽ. ഈ താർതാവലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ മുറുവെണ്ണയിൽ വളരെ പ്രധാനമായി ചേരുന്ന അല്ലെങ്കിൽ ക്ഷതതൈലങ്ങളിൽ ചേരുന്ന ഒന്നാണ്. എന്നുവെച്ചാൽ അരച്ച് നമ്മുടെ ക്ഷതമുള്ള ഭാഗങ്ങളിൽ പുരട്ടിയാൽ തന്നെ അത് വളരെ പെട്ടെന്ന് നമുക്ക് ആശ്വാസം തരുന്നതാണ്. ഇത് മറ്റൊരു ചെടിയാണ്. നമ്മുടെ ഈ വയലുകളിലും നമ്മുടെ കാനയിലും വീടിൻ്റെ ടെറസിൽ അതുപോലെ തന്നെ പുല്ല് പിടിച്ച് കിടക്കുന്ന വീടുകളിലൊക്കെ തന്നെ കാണുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ചെടിയുടെ പേര് കാനാമ്പാഴ എന്നാണ്. ഇവിടെ എന്താണ് ഇത് പറയുന്നതെന്ന് അറിയില്ല. ഈ കാനാമ്പാഴ തീപ്പൊള്ളലിൽ ഒരു നല്ല ഔഷധമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ഈ ആശ്രമത്തിൽ ഒട്ടനവധി ഔഷധങ്ങൾ കൊണ്ട് കൂട്ടിയിരിക്കുന്ന നമുക്ക് തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷണത്തിലെല്ലാം തന്നെ എല്ലാ ഔഷധങ്ങളുടെയും കലവറയായിട്ടാണ് ഇന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ചെടിയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയോ കാലമായി ഈ രീതിയിലുള്ള അറിവുകൾ നമ്മുടെ സ്വാമിജി മറ്റുള്ളവർക്കെല്ലാം തന്നെ പകർന്നു കൊടുക്കുകയും അത് നമ്മൾ ഈ ഔഷധക്കന്യായിട്ട് ഉപയോഗിക്കും. തീ പൊള്ളലിന് നമ്മൾ എണ്ണയിൽ കാച്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ അധികമായ പുകച്ചിൽ അനുഭവപ്പെടുന്ന രീതികളിലൊക്കെ തന്നെ ഇത് അരച്ച് കാലുകളിലെല്ലാം ചുട്ടുനീരിലൊക്കെ അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഗുണപ്രദമാണ്.
ഇത് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് അല്ലേ? അറിയില്ലേ? അറിയാം. ഇത് കാന്താരിയാണ്. കാന്താരി, ശരിയായ കാന്താരി ഇതല്ല, ഇവിടെ കിട്ടിയതുകൊണ്ട് ഞാനിത് എടുത്തു വെച്ചതേ ഉള്ളൂ. അതിനൊരു കാര്യം പറയാമെന്ന് ഞാൻ. കാന്താരി നമ്മുടെ കൊളസ്ട്രോളിന് ഏറ്റവും നല്ലൊരു ഇതാണ്. പക്ഷെ അമിതമായി കഴിച്ചാൽ അൾസർ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഒരു നിർദ്ദേശം അനുസരിച്ച് ഇതിനനുസരിച്ച് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് നമ്മൾ സമൂലം അരച്ച് നമ്മൾ തന്മൂത്രത്തിൽ കൊടുത്താൽ ക്ഷതമേറ്റ ആൾക്കാർക്ക് വളരെ ഗുണകരമാണ്. എന്നുവെച്ചാൽ മരത്തിൽ നിന്ന് വീഴുക, അതേപോലെ തന്നെ മറ്റ് രീതിയിലൊക്കെ ക്ഷതമേൽക്കുക, ഇടി, തട്ടമുട്ട് ഇതിനൊക്കെ ഏൽക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് അരച്ച് കാലിൻ്റെ അടിയിലുണ്ടാകുന്ന മുഴകൾക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ് ഈ ചെടി. ഇത് നമ്മുടെ വീടുകളിലെല്ലാം തന്നെയുണ്ട്. എൻ്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എപ്പോൾ പറയുന്നോ ആ സമയത്ത് ഞാൻ പിന്മാറും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റും നമ്മുടെ പൂർവികർ നമ്മുടെ എല്ലാ വീടുകളിലും തന്നെ വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു ചെടിയാണ് നിർഗുണ്ടി, കരിനെച്ചി, സിന്ദൂര എന്നൊക്കെ പറയുന്ന വളരെ ഗുണപ്രദവും അത്ഭുതകരവുമായി ഗുണം ചെയ്യുന്ന ഒന്നാണ് കരിനെച്ചി. കരിനെച്ചിയുടെ ഇല നമ്മൾ പറിച്ച് വെള്ളം വെന്ത് കുളിക്കുകയാണെങ്കിൽ തന്നെ സന്ധികളിലുണ്ടാകുന്ന വേദന വളരെ, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന വേദനയ്ക്ക് വളരെ ഫലപ്രദമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇല നമ്മൾ പറിച്ച് വാട്ടിയെടുക്കുക. എങ്ങനെ ഇഡ്ഡലി തട്ടിലോ മറ്റുള്ള രീതിയിലോ എടുത്ത് വാട്ടി പിഴിഞ്ഞ് ഒരൗൺസ് നീരും അരൗൺസ് ആവണക്കെണ്ണയും ചേർത്ത് സ്ഥിരം കഴിച്ചാൽ നമുക്ക് ഈ ശരീരത്തുണ്ടാകുന്ന നട്ടെല്ല് സംബന്ധമായ വേദനകൾ, അതേപോലെ തന്നെ ശോധനക്കുറവ്, ഇതിനൊക്കെ വളരെ ഫലപ്രദമാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധം കൂടിയാണ് ഇത്. അതേപോലെ ഇത് തലയിൽ നമ്മൾ എണ്ണ കാച്ചി തേക്കുകയാണെങ്കിൽ തലവേദന, അതിലുള്ള പീനസ് മാതിരിയുള്ള രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. അതേപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ഇതിന് മുറുകൂട്ടി എന്നൊരു പേരും കൂടെ പറയുന്നുണ്ട്. ഇത് പൊടിച്ച് ഇതിൻ്റെ പാല് പൊട്ടിച്ച് കഴിഞ്ഞാൽ പാലുണ്ടാവും. ഇതിൻ്റെ പാല് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ മുറിവ് വളരെ പെട്ടെന്ന് ഉണങ്ങുന്ന ഒന്നാണ്. ഇത് ആദിവാസി മേഖലയിൽ അവർ ലഹരി, ഇത് പുഴയുടെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ലഹരിക്കായിട്ട് ഇതിൻ്റെ തോല് ഉപയോഗിച്ച് ഇവർ മുറുക്കും. വളരെ ലഹരിയുള്ളതാണ് ഒരു ഔഷധമാണ്. ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് വെറ്റില അല്ലേ? വെറ്റില വളരെ ഫലപ്രദമായ ഒന്നാണ്. നമുക്ക് സാധാരണ രീതിയിൽ തലയിൽ താരനില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഈ താരന് ഈ വെറ്റില നല്ല തലയിൽ വെറ്റില നോക്കി എടുത്തിട്ട് നമ്മൾ എണ്ണ കാച്ചി കയ്യിൽ കൊണ്ട് തന്നെ അതിനകത്ത് അരച്ച് അത് ചേർത്ത് കാച്ചിയെടുക്കുന്ന എണ്ണ തലയിൽ വെക്കുകയാണെങ്കിൽ ഈ പൊറ്റം മാതിരി ഉണ്ടാകുന്ന താരൻ വളരെ ഫലപ്രദമാണ്. അതേപോലെ തന്നെ ഇത് ഒരു സാധാരണ രീതിയിൽ നമ്മൾ വായുവിലേക്കകത്ത് വെച്ച് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ ഗുണപ്രദമായ ഒരു ഔഷധമാണ് ഗ്യാസ് സംബന്ധമായി ഉണ്ടാകുന്നതിന്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പ്ലാവിൻ്റെ ഇലയെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ പ്ലാവിൻ്റെ ഇല അതെനിക്കൊന്ന് പൂർത്തീകരിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഞാനിവിടെ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് അനുവദിച്ച സമയങ്ങളൊക്കെ തീരുകയാണ്. അപ്പോൾ ഈ പ്ലാവ് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ കാണും. ഇല്ല എങ്കിലും ഒരു പ്ലാവെങ്കിലും നട്ടുപിടിപ്പിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാകും. ഈ പ്ലാവിൻ്റെ ഞെട്ട് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. ഇത് തന്നെ തിളപ്പിച്ച് നമ്മൾ കുളിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ശരീര സംബന്ധമായ വേദനകൾ കുറയും. അതേപോലെ തന്നെ ഇത് നമ്മൾ ഒരു കാര്യം പറയാം, നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, ഈ ചക്ക, മാങ്ങ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നിരന്തരം വിറ്റൊഴിക്കാൻ പറ്റുന്ന
മൂല്യവർദ്ധന ഉൽപ്പന്നമാക്കി മാറ്റാൻ പറ്റുന്ന ആണ് ഔഷധങ്ങൾ. അത് നമ്മുടെ ശ്രേഷ്ഠ വൈദ്യന്മാർ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒട്ടനവധി ചെടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ പ്ലാവിൻ്റെ ചുവട് മുതൽ അങ്ങേ അറ്റം വരെയുള്ള എല്ലാ സാധനവും നമുക്ക് ഉപയോഗപ്രദമാണ്, ഔഷധങ്ങളുമാണ്. പ്ലാവിൻ്റെ പ്ലാച്ചാണം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിൽ നിന്നുണ്ടാകുന്നതാണ്. അത് മുറിച്ചെടുത്ത് നമ്മൾ കാടിയിൽ അരച്ചിടുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മുണ്ടിനീരിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ചെറിയ കൂമ്പല നമുക്ക് വളരെ നൈസായിട്ട് തോരൻ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല ഫൈബറാണ്. അതേപോലെ തന്നെ നമുക്ക് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. നമുക്ക് പറ്റില്ല. വിദേശികൾ പറയുമ്പോൾ മാത്രമേ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അമ്മമാരോ അച്ഛന്മാരോ ഒന്നും പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കൂല. ഇംഗ്ലീഷുകാരെന്ത് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കാൻ ഒരു മനസ്സാണ് നമ്മൾ. ആ രീതിയൊക്കെ മാറേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. നമ്മൾ തന്നെ നിരീക്ഷണങ്ങൾ നടത്തി നമ്മൾ തന്നെ കണ്ടെത്തേണ്ട കാലം കഴിഞ്ഞിരിക്കും. അതേപോലെ തന്നെ പ്ലാവിലൻ്റെ ഇതിട്ട് നമുക്ക് നല്ല ചായ ഉണ്ടാക്കാൻ കഴിയും. അത് തിളപ്പിച്ച് അത് ഊറ്റിയെടുത്ത് അതേപോലെ തന്നെ മൂത്തതും ഒരുവിധം മൂത്ത പ്ലാവിൻ്റെ ഇല, അതേപോലെ തന്നെ അത് പഴുത്ത ഇലയും നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. അങ്ങനെ അതിനകത്ത് വേണമെങ്കിൽ ശർക്കരയോ തേനോ, തണുത്തതിന് ശേഷം തേനോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നാടുകളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടുവരുന്ന ഒന്നാണ് കവുങ്ങ് ഇതേപോലെ തന്നെ വളരെ ഗുണപ്രദമായ ഒന്നാണ്. നമ്മൾ ദക്ഷിണയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ കവുങ്ങിൻ്റെ ഇല വെച്ചാൽ പഴുത്ത കവുങ്ങിൻ്റെ ഇല അല്ലെങ്കിൽ അതിൻ്റെ തണങ്ങ് ചുട്ട് ഭസ്മം എടുത്ത് ആ ഭസ്മം നമ്മൾ നല്ല രീതിയിൽ കത്തിച്ചെടുത്ത് നമ്മൾ ചൊറിയ ചിരങ്ങ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഭസ്മമായിട്ട് ഉപയോഗിക്കുകയും അതേപോലെ തന്നെ ചില ഔഷധങ്ങൾ അതിനോട് കൂടി ആഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രദമാണ്. അതേപോലെ പഴുക്കയുടെ ചാറെടുത്ത് ചെവിയൊക്കെ കുത്തിക്കഴിയുമ്പോൾ കുട്ടികളിൽ പഴുപ്പുണ്ടാകും. അങ്ങനെയുള്ളതിനൊക്കെ അത് പുരട്ടി കൊടുത്താൽ വളരെ ഗുണപ്രദമാണ്. തുമ്പയും തുളസിയും ചേർത്ത് അല്ലെങ്കിൽ തുമ്പക്കുടം നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. തുമ്പയിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളിലും വലിയവരിലും ഉണ്ടാകുന്ന കൃമി രോഗങ്ങൾക്ക് ഇതിൻ്റെ കുടമെടുത്ത് അരച്ച് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഈ കൃമി രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായതാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ സാധാരണ രീതിയിൽ കളരിത്തറകളിൽ പ്രധാനമായിട്ട് വെക്കും. കളരിത്തറകളിൽ വെക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ നമ്മൾ കളരി അഭ്യാസ മുറകളൊക്കെ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നിലത്ത് വീണു പോവുകയും അപകടം സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബോധം നഷ്ടപ്പെടുന്ന സമയങ്ങളിൽ ഇത് ഉപയോഗിച്ച് നസ്യം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ തുമ്പം ഇത് പിഴിഞ്ഞ് എൻ്റെ സമയം ഇവിടെ തീരുവാണ്. അതുകൊണ്ട് ഏതായാലും